ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് നോക്കി, ഇറ്ററേറ്റീവ് മെത്തേഡ് നോക്കി. ഓക്കെ, അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ ബാക്കിലോട്ടുള്ള വല്ലോ? അല്ല, മുന്നേ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോ നോക്കുക അല്ലാതെ. ഇതുവരെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല അല്ലേ? ഇതിന് ഈ പേപ്പർ അറ്റൻഡ് ചെയ്തായിരുന്നോ? ഇല്ല അല്ലേ? ഇല്ല. എന്തായാലും ഇത് വേറൊരു ന്യൂ ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുമായിട്ട് കണ്ടിന്യൂവേഷൻ അല്ല വരുന്നത്. എനിവേ ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഇന്റർപൊളേഷൻ. ഇന്റർപൊളേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഹയർ സെക്കൻഡറി ലെവൽ കേട്ടിട്ടില്ലേ ഇന്റർപൊളേഷൻ, എക്സ്ട്രാപൊളേഷൻ? കേട്ടിട്ടുണ്ട്. ഓക്കെ. ഈ ഹയർ സെക്കൻഡറി ഏത് ഇയറിലാണ് കഴിഞ്ഞതെന്ന് പറയുമോ? അത് ഞാൻ ചോദിച്ചു, ഒത്തിരി ഗ്യാപ്പ് ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ടോന്ന് അറിയാനാ. ഇല്ല, കറക്റ്റ് ആയിരുന്നു നമ്മുടെ. അല്ല, ഇപ്പൊ എന്ത് വർക്ക് ചെയ്യവല്ലോ ആണോ? അല്ലല്ല, ഞാൻ പഠിക്കുന്നയാ. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഡിഗ്രി കയറുക ചെയ്തേ. ഓക്കെ. എന്നാ പിന്നെ വലിയ ഇതില്ല, മെമ്മറിയിലുണ്ട് ഇഷ്ടം പോലെ അല്ലേ? വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ചില കുട്ടികൾ ഒത്തിരി ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോഴേ ഒത്തിരി ഡിഫിക്കൽറ്റി അവർക്ക് കൂടുതലുണ്ട്. അതൊന്നും അറിയാനായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. ലെറ്റ് us suppose that the values of y equal to f of x are known for some n at n+1 point. അതായത് then say xi equal to I varies from 0 to n with the increment 1, that is x0, x1, x2 up to xn. These values are known to us. The notation I equal to 0 to n. I varies from 0 to n with the increasing by 1. അതാണ് x0, x1, x2 up to xn വരെ. n+1 points are there. The function fx may or may not be known explicitly. Okay, but yi or f of xi, we write a function as y equal to f of x. Okay, and x1, x2, xn are the points, and we know the value of yi. Yi means the functional value at f of xi. x in the value 0 കൊടുത്തു കഴിഞ്ഞാൽ x0, we get y0. x in the value 1 കൊടുത്തു കഴിഞ്ഞാൽ f of x1 എന്ന് പറയുന്നത് y1, etc. Is it clear? The value of the function f of x at xi is known for all I. Thus, we are given n+1 pairs of values, that is x0, y0. X in the value 0 കൊടുക്കുമ്പോൾ f of x0, that is denoted by y0. Okay, so we know x0, y0, a pairs of values, n+1 pairs of values x0, y0, x1, y1, x2, xn, yn, and the problem is to find the value of y or f of x at some intermediate point x in the interval x0, xn. അപ്പോൾ see, x0 to xn വരെയുള്ള ഓരോ പോയിന്റിലെയും xi's and yi's are known to us. When the function is given, we can identify the value. When the function is not known to us, and if the points are given, that is we know the n+1 ordered pairs, that is x0, y0, these type of pair of values of n+1 points. Okay, now the process of computing or determining the value in the interval x0, xn, ഈ ഓരോ പോയിന്റിലെ വാല്യൂസ് ആണ് നമുക്ക് നോൺ ആയിട്ടുള്ളത്. ബിറ്റ്വീൻ എനി 2 points, ഈ രണ്ട് x0, x1ന്റെ ബിറ്റ്വീൻ ഉള്ളൊരു പോയിന്റോ അല്ലെ x1, x2 ഏതെങ്കിലും രണ്ട് പോയിന്റുകളുടെ ബിറ്റ്വീൻ ഉള്ളൊരു പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ശരിക്കും ഇന്റർപൊളേഷൻ എന്ന് പറയുന്നത്. ഈസ് നോൺ ആസ് ഇന്റർപൊളേഷൻ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സപ്പോസ് 1, x0, 1, 2, 3, 4, 5 വാല്യൂസ് x0, എന്നിന്റെ വാല്യൂസാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള xi's and yi's are known. Suppose we have to identify the value between 1 and 2. 1ലെ വാല്യൂ നമുക്കറിയാം, 2ലെ വാല്യൂ നമുക്കറിയാം. എനി വാല്യൂ ബിറ്റ്വീൻ സപ്പോസ് 1.5ലെ 5ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് yi വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. Is it clear? That is what we mean by interpolation. Yes, ma'am. Okay, മറ്റേ ആൾ വന്നോ? Yes, ma'am. Okay. അപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. Yes, ma'am. Now, interpolation is the process of finding the value of the dependent variable. Dependent variable എന്ന് പറഞ്ഞാൽ നമുക്ക് y.
അല്ലേ? xi's are the independent variable. Xന്റെ വാല്യൂന് കറസ്പോണ്ടിങ് ആണ് നമ്മൾ yi വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത്. Isn't it? Yes, ma'am. Okay. അപ്പോൾ interpolation is the process of finding the value of the dependent variable, say y, for an arbitrarily given value of the independent variable x in the interval x0, xa, where for some n the values of the function y of f of x are known at n plus 1 points of the independent variable, and for other points of the interval x naught in the interval x naught xa. Okay, there are several methods for the interpolation when the values are equally spaced. ഈ ചാപ്റ്ററിൽ നമ്മൾ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള വാല്യൂസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അടുത്ത ചാപ്റ്ററിലോട്ട് നമ്മൾ വരുമ്പോൾ അൺഈക്വൽ ഇന്റർവെൽസ് വരുന്നത് നോക്കൂ. ഓക്കെ, ഇവിടെ നമ്മൾ സ്പേസ് ഈക്വലി സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് നോട്ട് എക്സ് വണ്ണിന്റെ ഡിഫറൻസ് വിൽ ബി സെയിം ആസ് എക്സ് വൺ എക്സ് ടു. ഓക്കെ, ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ എനി 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആ പോയിന്റ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് നോക്കിയാൽ 1 2 3 4 5 എന്ന് വെച്ചാൽ ഡിഫറൻസ് ഈസ് 1 അല്ലേ? ബിറ്റ്വീൻ 1 and 2 1, 2 and 3 1, 3 and 4 1. അപ്പൊ എനി 2 പോയിന്റ്സ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെ അഡ്ജസന്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ആ ഇന്റർവെൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് they are equally spaced. Okay, is it clear? Okay. Yes, ma'am. Okay, first let us see some operators, and there, as mentioned in the introduction, interpolation is the special case when the tabular values are equally spaced. There are several methods. Okay, before discussing we consider the, okay, the following we name the forward difference formula and backward difference formula, etc, etc. Forward difference formula, that is known as a delta. നമ്മുടെ ഓപ്പറേറ്റേഴ്സ് ആണ്. ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ denoted by delta and is called delta. ഇങ്ങോട്ടുള്ള വരയില്ല, ഞാൻ this is delta. ഡെൽറ്റ വാല്യൂ ഒക്കെ കേട്ടിട്ടുള്ളതാണ് നമ്മളല്ലേ? സി നമ്മുടെ ഡിഫറൻസിയേഷനകത്തൊക്കെ നമ്മൾ ഡെൽറ്റ എക്സ് ഓർക്കുന്നോ? Yes, ma'am. ഓക്കെ, എന്ന് പറഞ്ഞത് തന്നെയാണ് ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. ഈ എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതുണ്ടോ, എച്ചിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതാണ്? ഈ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞു. ആ ഡിഫറൻസ് എനി 2 വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എച്ച്. അപ്പോൾ ഓൾവേസ് സെയിം ആയിരിക്കും എല്ലായിടത്തും. ഏത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അപ്പൊ ഡെൽറ്റ എഫ് ഓഫ് എക്സ് forward difference operator delta is defined by delta of f of x equal to f of x plus h minus f of x. ഇനി backward difference formula inverted delta. Inverted delta നമ്മൾ എഴുതിക്കുന്നത് നേരെ ഡെൽറ്റയെ നേരെ ഇൻവേർട്ട് ചെയ്തിട്ടു. ഓക്കെ, this is inverted delta which is defined as inverted delta of f of x equal to f of x minus f of x minus h. ഒരു പോയിന്റ് എഫ് ഓഫ് എക്സ്, അതിന് തൊട്ട് ബാക്കിലുള്ള പോയിന്റ് എക്സ് മൈനസ് എച്ച്. ഇത് എക്സ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ആയിരിക്കും. അതിന്റെ ഫ്രണ്ടിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് പ്ലസ് എച്ച് ആയിരിക്കും. കാരണം എച്ച് ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാത്തിന്റെ ലെങ്ത് എച്ച് ആണ്. ഇസിന്റ് ഇറ്റ്? Yes, ma'am. ഓക്കെ, അപ്പൊ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഡെൽറ്റ എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫംഗ്ഷണൽ വാല്യൂ അറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. സമം ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയോ ഇൻവേർട്ടഡ് ഡെൽറ്റയോ എഫ് ഓഫ് എക്സ് ദിസ് എഫ് ഓഫ് എക്സ് മൈനസ് അതിന്റെ ബാക്കിലുള്ള ഡിഫറൻസ്. ഓക്കെ, now we have another one, central difference operator, that is small delta. Small delta is written by this one, delta of f of x equal to f of x plus 1 by 2 into h minus f of x minus h by 2, and averaging operator mu is defined as mu equal to 1 by 2 into f of x plus 1 by 2 plus f of x minus h by 2. Then we have another one, shift operator, E of, and is denoted by the notation is capital E,
E of f of x equal to f of x plus h. And the differential operator is d of f of x, that derivative of f of x. Is it clear? These are the different operators. The operators എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. Okay. Is it clear? Yes, ma'am. Okay. Yes, ma'am. The operators can be applied repeatedly. That is, നമ്മൾ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ്, സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസിന് അഗെയിൻ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നൊക്കെ നമ്മൾ പറയും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഓപ്പറേറ്ററിനെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുക. ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്നതാണ് അടുത്ത സെക്കൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നമ്മളൊരു ഇതൊക്കെ നമ്മൾ തിയറിറ്റിക്കലി നമ്മൾ ഇത് പറയുന്നെങ്കിലും നമ്മൾ അതിന്റെ ടാബുലർ ഫോമിലോട്ട് വരുമ്പോൾ അതിന്റെ ടേബിൾ ഫോം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ഓക്കെ, Yes, ma'am. അപ്പൊ ആ സെക്കൻഡ് ഓപ്പറേറ്റർ നമ്മൾ ആ റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ഫോമുലകളൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഫസ്റ്റ് application of delta is the first forward difference. Similarly, two consecutive applications of delta denoted by delta square is the second forward difference, and so on. അതുപോലെ kth forward difference വരെ നമുക്ക് kth എന്ന് പറഞ്ഞാൽ k is any value. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ അടുത്ത സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ്, തേർഡ് ഫോർവേഡ് ഡിഫറൻസ്, ഫോർത്ത് വൺ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ദാറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ആയി മാറും. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. സിമിലർലി നമ്മുടെ ബാക്ക്വേർഡ്, നമ്മുടെ സെൻറ്ററിൽ, നമ്മുടെ ഡിഫറൻസ് ഓപ്പറേറ്റർ ഏതിനാ, ഷിഫ്റ്റ് ആവറേജിങ് ഓപ്പറേറ്റർ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ഇവർക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ നമുക്ക് ഹയർ ഓർഡർ നൊട്ടേഷൻസിലോട്ട് നമുക്ക് വരാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, ഇതൊന്നും കണ്ട് വലിയ എന്താ പറയാ ഇത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സി, ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഡിഫറൻസ് ഓപ്പറേറ്റർ, ഫസ്റ്റ് ഡിഫറൻസ്, സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു ഫോർവേഡ് ഡിഫറൻസിന്റെ അകത്താണ് നമ്മൾ എന്താ പറഞ്ഞത്, ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്, റൈറ്റ്? Yes, ma'am. yi പ്ലസ് വൺ മൈനസ് yi അല്ലേ? സോ നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സി എക്സ് പ്ലസ് വൺ മൈനസ് ദിസ് ഈസ് ഡെൽറ്റ ഓഫ് y0, ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഗീവ്സ്, അതിന്റെ മിഡിൽ ആയിട്ടാണ് നമ്മൾ എഴുതി പോകുന്നത്. Then difference between these two gives the first difference operator of this ഏതാണ്, n equal to 1, x1. This is I values 0, 1, 2, 3, 4, 5. This is xi values x0, x1, x2, x3, x4, xy. This is y0, y1, y2, y3, y0, y1, y2, y3, y4, y5. Is it clear? That is what നമ്മൾ ഇനിഷ്യലി നമ്മൾ പറഞ്ഞതാണ്. n+1 points are given, pairs of points xi's and yi's. Is it clear? Yes, ma'am. Okay, yi എന്ന് പറയുന്നതാണ് നമ്മുടെ f of xi. Yes, Okay. ma'am. Okay. അപ്പോൾ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് എന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അതിന്റെ തൊട്ട് മുന്നിലത്തെ വാല്യൂ മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് എച്ച് എന്ന് പറയുന്ന ആരാ, എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് സീറോ. ഇസ്ന്റ് ഇറ്റ്? Yes, ma'am. ഓക്കെ, എന്ന് പറയുന്ന ആരാണ്, y1 മൈനസ് y0 അല്ലേ?
isn't it? f of x0 Yes, ma'am. എന്ന് പറയുന്ന ആരാ? f of x1 എന്ന് പറയുന്ന ആരാ? y1. Right. f of x0 എന്ന് പറയുന്ന ആരാ? y0. Right, sir. ഓക്കെ, അപ്പം ഡെൽറ്റ ഓഫ് y0 എന്ന് പറയുന്ന ആരാണ്? ഡെൽറ്റ ഓഫ് f of x0 എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് y0 എന്ന് പറയുന്ന ആരാണ്? y1 മൈനസ് y0. So 14.0625 minus 6.5625 equal to 7.5000. Is it clear? Yes, ma'am. Similarly, നമ്മൾ അടുത്തതിൻ്റെ f of എന്താണ് ഫോർവേഡ് ഡിഫറൻസ് ഓഫ് f of x1 എന്ന് പറയുന്ന ഏതാണ്? y2 മൈനസ് y1. ഓക്കെ, this minus this. Is it clear? Yes, ma'am. നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ടേബിൾ ഫോം ചെയ്യാം. then അടുത്തെന്ന് പറയുന്നത് ഏത് വരും? ഡെൽറ്റ ഓഫ് f of x1 എന്ന് പറയുന്നത് ഏതാണ്? ഡെൽറ്റ ഓഫ് f of x1 എന്ന് പറയുന്നത് ഏതാണ്? this y3 minus y2. that gives this one. then y4 minus y3. that gives this one. and y5 minus y4 gives delta of f of x4. Is it clear? ഫസ്റ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡിഫറൻസ് ഓപ്പറേറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കറസ്പോണ്ടിങ് പ്രീവിയസ് അതിൻ്റെ നെക്സ്റ്റ് വാല്യൂയിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. ബൈ ഡെഫിനിഷൻ അതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഇനി സെക്കൻഡ് ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതൊക്കെ കണ്ടിട്ട് ഈ ഫോർമുലകളൊന്നും കണ്ട് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്പറേറ്ററിനെ എഗെയിൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഡെൽറ്റ ഓഫ് വൈ ഐ എഗെയിൻ നമ്മൾ ഫസ്റ്റ് ഓപ്പറേറ്റർ എഗെയിൻ ആ ഡിഫറൻസ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുവാണ്. ദാറ്റ് മീൻസ് സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ദിസ് മൈനസ് ദിസ്. ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്ററിന്റെ ഡിഫറൻസ്. ഓക്കെ, minus 7.5 minus 7.5, that is minus 15 വരും. then second difference operator കണ്ടുപിടിക്കാൻ അടുത്തതിന്റെ കണ്ടുപിടിക്കാൻ എന്ത് വരും? minus 10.5 minus 7.5, that is minus 3. then this minus this gives this value, this minus this gives this value. now come the third difference operator. Third different forward the forward difference, third difference of difference will be ഏത് വരും? സെക്കൻഡിന്റെ ഡിഫറൻസ്. നമ്മൾ ഓരോന്നും എഴുതുമ്പോൾ അതിന്റെ മിഡിൽ ആയിട്ട് എഴുതി പോകാവുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാകും ദിസ് മൈനസ് ദിസ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ദിസ് മൈനസ് ദിസ് ഗീവ്സ് ദിസ് വൺ, ദിസ് മൈനസ് ദിസ് ഗീവ്സ് ദിസ് വൺ. ആൻഡ് കം ടു ദ ഫോർത്ത് വൺ. ദിസ് മൈനസ് ദിസ് ഗീവ്സ് ദ ഫോർത്ത് വൺ, ദിസ് മൈനസ് ദിസ് ഗീവ്സ് സെയിം വന്നു. അടുത്ത ഫിഫ്ത്തോട്ട് വരുമ്പോഴോ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് ഒരു ലെവലിൽ എത്തുമ്പോൾ അതിന്റെ ഡിഗ്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ലെവലിൽ എത്തുമ്പോൾ ഇവിടെ നമുക്ക് 6 അല്ലേ തന്നിരിക്കുന്നത് അല്ലേ? സോ ഫോർത്തിൽ എത്തുമ്പോൾ കോൺസ്റ്റന്റ് ആയി, ഫിഫ്ത്തിലോട്ട് എത്തുമ്പോഴോ ഇറ്റ് വിൽ ബി 0. അതുകൊണ്ട് നമ്മൾ അത് എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മുന്നോട്ടില്ല, അവിടെ കൊണ്ട് നമ്മൾ തീർന്നു, സ്റ്റോപ്പ് ആവും. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? അപ്പൊ ഈ ഡിഫറൻസ് ടേബിൾ ഒന്ന് ഫോം ചെയ്യാവോ? മനസ്സിലാക്കിയതിന് ശേഷം എഴുതി പോവുക. ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഏതാ? y1 മൈനസ് y0. that gives first difference of y0. y2 minus y1, first difference operator of y1, delta of y1. Is it clear? Yes, ma'am. Okay, അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ടേബിൾ എഴുതുക, സെക്കൻഡ് വൺ എഴുതുക, തേർഡ് വൺ എഴുതുക, ഫോർത്ത് വന്ന് കോൺസ്റ്റന്റ്. ഇത് രണ്ടും സെയിം ആയി. ദെൻ അടുത്തതിലോട്ട് വരുമ്പോൾ 0 ആയിപ്പോ. അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തതാ. മാം ലാസ്റ്റ് നമുക്ക് സൂട്ടബിൾ ആയ ആൻസർ 0 കിട്ടണം വരെ നമ്മൾ അത്ര ഡിഫറൻസ് ഇത് കോൺസ്റ്റന്റ് വരെ നമ്മൾ ചെയ്യണം. 0 കിട്ടുന്ന വരെ നമ്മൾ ചെയ്യണം. ഇവിടെ കൊണ്ട് ഫിഫ്തിൽ ഇത് സ്റ്റോപ്പ് ആവത്തുള്ളൂ. ഫിഫ്ത്ത് എഴുതണം നിർബന്ധമില്ല, 0 ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. അപ്പൊ അത് നമ്മൾ ഫിഫ്ത്ത് ഡിഫറൻസ് പറഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല, 0 എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഈ കോൺസ്റ്റന്റ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അടുത്ത 0 അല്ലേ, ദിസ് മൈനസ് ദിസ് 0 അല്ലേ.
അപ്പൊ നമ്മളത് എഴുതണമെന്ന് നിർബന്ധമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഇൻഎഫക്റ്റിൽ അതിന് അഫക്ട് ചെയ്യത്തില്ല നമ്മൾ ഏത് ഫോമുലയിൽ അപ്ലൈ ചെയ്താലും. 0 ആ. ഇൻറ്റു സംതിങ് എന്ന് പറയുമ്പോൾ 0 ആയിപ്പോ. ഓക്കെ, ഈ ടേബിൾ ഒന്ന് ഫോം ചെയ്യും. ഈ ടേബിൾ ഫോം ചെയ്തെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എക്സാക്ട്ലി ഒരു ഫോമുല ഉണ്ടാവും. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫോർവേഡ് ഡിഫറൻസിനാണെങ്കിലും ബാക്ക്വേർഡ് ഡിഫറൻസിനാണെങ്കിലും സെൻട്രൽ ഡിഫറൻസിനാണെങ്കിലും ഒക്കെ നമുക്കൊരു ആവറേജ് ഡിഫറൻസിനൊക്കെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമുല ഈസ് ദെയർ. ആ ഫോമുലയിൽ നമ്മൾ ഈ വാല്യൂ അപ്ലൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ടേബിളിൽ നിന്ന് നമ്മൾക്ക് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന വാല്യൂസ് ഫോമുലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യാന്നുള്ളത്. ഇത് പ്രോബ്ലം ചെയ്തെടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ നൊട്ടേഷൻ ഒക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ആവശ്യവും ഇല്ല. Is it clear? Yes, ma'am. Okay, first difference operator ചെയ്തിരിക്കുന്നു നോക്കിയേ. yi plus 1 minus yi. For I varies from 0 to n minus 1. Second one വന്നിരിക്കുന്നത് yi plus 2 minus this എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനെ ഒന്നുകൂടി നമ്മൾ ചെയ്തതാണ്. ഫസ്റ്റ് ഓപ്പറേറ്ററിനെ വീണ്ടും നമ്മൾ അതിനെ ഒന്നുകൂടി ഒന്ന് ഫോർവേഡ് ഡിഫറൻസ് ഇത് ഡെൽറ്റ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ ഓപ്പറേറ്ററിനെ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് വൺ കിട്ടും. അത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റിന്റെ ഡിഫറൻസ് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വാല്യൂ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്യാനായിട്ട് ഇത്ര ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ആ തിയറി നമ്മൾ നോക്കുമ്പോൾ ഈ നൊട്ടേഷൻ ഒന്നും കണ്ട് കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിലോട്ട് ആലോചിച്ചാൽ മതി. ദ സെയിം വേ കേത്ത് ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? k-1 ഫോർവേഡ് ഡിഫറൻസിനെ വീണ്ടും ഒന്നുകൂടി ചെയ്യുക. ഓക്കെ, Yes, ma'am. ഓക്കെ, അപ്പൊ ഈ ടേബിൾ ഒന്ന് ഫോം ചെയ്തു.
ചെയ്തു. മറ്റേ ആള് ചെയ്തോ? ഹലോ, ചെയ്തോ? ആ മാം ചെയ്തു. ഓക്കെ, നമ്മള് ജസ്റ്റ് ഓപ്പറേറ്റർ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളേ ഉള്ളൂ. നമ്മൾ അടുത്തതിലോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട്. ഓക്കെ, നൗ ഇന്റർ റിലേഷൻസ് ബിറ്റ്വീൻ ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സ് തമ്മിലുള്ള ഇന്റർ റിലേഷൻ ആണ് ഈ ടാബുലർ ഫോമിൽ നമ്മൾ തന്നിരിക്കുന്നത്. സി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിലേഷൻസ് ഓപ്പറേറ്റർ ആൻഡ് ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർവേഡ് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ടു ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണ് ഇ മൈനസ് 1. ദെൻ ബാക്ക്വേർഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1. ദെൻ സി ഡെൽറ്റ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു ഹാഫ് മൈനസ് ഇ റേസ് ടു മൈനസ് ഹാഫ്. ദറ്റ് ഈസ് അതിനൊരു ടാബുലർ ഫോമിൽ എഴുതിയിരിക്കുന്നതാണ്. ദറ്റ് ഈസ് നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഫോർവേഡ് ഓപ്പറേറ്റർ ഉണ്ട്, ബാക്ക്വേർഡ് ഉണ്ട്, സെൻട്രലുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇയും ഫോർവേഡും തമ്മിലുള്ള 1 പ്ലസ് ഡെൽറ്റ വരും. ഇൻവേർട്ടഡ് ഡെൽറ്റ, ഈ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഇ സെയിം. ഒരെണ്ണം ഓർത്തിരുന്നാൽ മതി, നമുക്ക് ബാക്കി ഓർത്തിരിക്കാനുള്ളതുണ്ട്. ഓക്കെ, ഹലോ. യെസ് മാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വരേണ്ടത് ഓർത്തിരുന്നാൽ മതി. അത്ര വലിയൊരു ഇതല്ല. ഇൻ കാൽക്കുലേറ്റ് daughter with the proceeding in matter can be shown that okay. Now actually ആവറേജ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് h/2 ആ കേട്ടോ. 1/2 ഇൻറ്റു എച്ച് എന്നുണ്ട് ഇവിടെ, അല്ലെങ്കിൽ h/2 എന്ന് എഴുതണം. ഇവിടെ h/2 വന്നിട്ട് 1/2 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ h/2 വന്നിട്ടില്ലേ. എഫ് ഓഫ് എക്സ് പ്ലസ് h/2 ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് h/2 കേട്ടോ. ഈ ഫോമുല ഒന്ന് കറക്റ്റ് ചെയ്തോണേ നിങ്ങൾ ടെക്സ്റ്റിലെ. ഹലോ. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത യൂണിറ്റിലോട്ട് പോവാം. ജസ്റ്റ് ആ ഓപ്പറേറ്റർസ് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് നോക്കിയതാ. Okay, from unit 1 we know that interpolation is the process of finding the value of a dependent variable, say y, for an arbitrary given value of the independent variable x in the interval x0 xn, where for some n the values of the function y of x are known at n plus 1 points of the independent variable. Okay, we discussed the tools, namely the various difference operators including forward difference operator delta, backward difference operator inverted delta, central difference operator small delta, etc. etc. Okay. Yes, ma'am. Okay, now come to the difference table. നമ്മൾ difference table ആണ് ഇപ്പോൾ ഫോം ചെയ്തത്. Okay, a difference table is central to all interpolation formula. ഏത് ഫോർവേഡ് ആയിക്കോട്ടെ, ബാക്ക്വേർഡ് ആയിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, ഏത് ഡിഫറൻസ് ഫോം ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഡിഫറൻസ് ടേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ് നമ്മളിപ്പോൾ ചെയ്ത ഡിഫറൻസ് ടേബിൾ ഇല്ലേ, നമ്മളിപ്പോൾ ഒരെണ്ണം ഫോം ചെയ്തില്ലേ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ. ഹലോ, അതാണ് നമ്മുടെ ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മുമ്പേ ഫോം ചെയ്ത ഡിഫറൻസ് ടേബിൾ. ഇതില് okay, the above difference table can be interpreted as forward difference table. See, forward difference table ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇതുണ്ടോ, ഇതാണ് ജനറൽ, ഇതാണ് നമ്മുടെ ജനറൽ വാല്യൂസ് ആയിരുന്നു മുമ്പേ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത്. x0, x1, x2, x3, x4 അല്ലേ. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾ ഡെൽറ്റ ഓഫ് y0 ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കിയേ. ഡെൽറ്റ ഈ y0ന്റെ കറസ്പോണ്ടിങ്ങാ, ഇങ്ങനെ നേരെ ഇതുപോലെ വരും അതിന്റെ വാല്യൂസ് എല്ലാം. y1ന്റെ ആണല്ലോ, ഡെൽറ്റ y1, ഡെൽറ്റ y2, y1 ഏതോ അതിന്റെ നേരെ
ബിറ്റ്വീൻ തൊട്ട് താഴെ വരുന്ന ആ ബിറ്റ്വീൻ വാല്യൂസ്. ഓക്കെ, അപ്പൊ ഈ വെയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദിസ് ഈസ് y1, this is delta of y1, delta square y1, delta cube y1. Then y2ന്റെ ആണെങ്കിലോ delta y2, delta square y2. പിന്നെ മുന്നോട്ട് പോവില്ല. മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ബാക്കി താഴെ ഇത്രയും വാല്യൂസ് നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് y3 സംബന്ധിച്ചോളം ഡെൽറ്റ y3 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് y0ന്റെ ആണെങ്കിൽ നമുക്ക് y0 കഴിഞ്ഞ് താഴോട്ടുള്ള വാല്യൂസ് നോക്കിയാൽ 1, 2, 3, 4 വാല്യൂസ് ആർ ദർ. അതുകൊണ്ടാണ് നമ്മൾ ഫോർത്ത് ഡിഫറൻസ് വരെ നമുക്ക് വരാൻ പറ്റുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി ഇതേ ടേബിളിന്റെ തന്നെ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ജസ്റ്റ് ഒരു വാല്യൂ മൈനസ് ഇറ്റ്സ് വാല്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ബാക്ക്വേർഡ് ഡിഫറൻസിൽ ഈ സെയിം ടേബിളിൽ തന്നെ നമ്മുടെ ബാക്ക്വേർഡ് ഡിഫറൻസസ് നമ്മൾ കണ്ടുപോയി. നൗ വി ഗിവ് ദ ടേബിൾ ഫോർ എക്സ്പ്രസിംഗ് ബാക്ക്വേർഡ് ഡിഫറൻസസ്. ദിസ് ഈസ് ഡൺ വിത്ത് എ വ്യൂ ടു ഷോ ഹൗ ദ സെയിം ഡിഫറൻസ് ടേബിൾ ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ദ ബാക്ക്വേർഡ് ഡിഫറൻസ്. ബാക്ക്വേർഡ് ഡിഫറൻസ് പറഞ്ഞതാണ് y4ന്റെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഫോർവേഡ് ഡിഫറൻസ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മൂവ് ചെയ്തു. ബാക്ക്വേർഡ് ഡിഫറൻസ് ആണെങ്കിലോ ഇതാണ് വരുന്നത് ബാക്ക്വേർഡ് ഡിഫറൻസസ്. y3ന്റെ ആണ് ഇങ്ങനെ പോകും, y2ന്റെ ആണ് ഇങ്ങനെ പോകും, y1ന്റെ ആണ് ഈ ഒരെണ്ണത്തെ വന്ന് നിൽക്കും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. The same difference table again used to interpret as the backward difference formula according, see, നമ്മൾ മുമ്പേ ചെയ്തതിന്റെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓഫ് y4 എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്നാണ് വരുന്നത് അല്ലേ. ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ഇങ്ങനെയാണ് പോകുന്നത്. ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ആണെങ്കിലോ ഇത് y0ന്റെ, ഇത് ബാക്ക്വേർഡ് ഡിഫറൻസോ y4ന്റെ. Is it clear? Yes, ma'am. ഇനി സെൻട്രൽ ഡിഫറൻസ് ആണെങ്കിലോ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ y2ന്റെ ആണെങ്കിൽ ഇതാണ് വരുന്നത്. Okay, now let us see the interpolation formulas. ഇതൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ, ചെയ്ത് നോക്കണം. xi yi എന്നിട്ട് എങ്ങനെയാണ് ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്യുന്നത് കേട്ടോ. ഹലോ, ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ. ദിസ് വൺ ഫസ്റ്റ് ഡിഫറൻസ് എഴുതുക, സെക്കൻഡ് ഡിഫറൻസ് എഴുതുക, തേർഡ് എഴുതുക, ഫോർത്ത് എഴുതുക. ഇനി നമ്മൾ ഓരോന്നിനെ സെലക്ട് ചെയ്യുന്ന ഫോർവേഡ് ഡിഫറൻസ് ആണ് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ് ഇങ്ങനെയാണ് സെലക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ ഓക്കെ, സെയിം ടേബിൾ നിന്നാണ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നത്. Now come to the interpolation formulas. We shall now discuss some interpolation formula: forward difference, backward difference, central difference, and we have to compute the value of yp corresponding to x equal to xp. നമ്മൾ interpolation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? We have to identify the value of y, അതായത് നമ്മുടെ ഹോൾ ഇന്റർവെൽ x0 to xn വരെയാണ് നമുക്ക് ഹോൾ ഉള്ളത്, n+1 പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ 0 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? x0 എന്ന് പറയുന്ന 0യും xn ലാസ്റ്റ് വാല്യൂ 5ഉം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു വാല്യൂ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഇന്റർപൊളേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് വേണ്ടത് എന്താണ്? yp ഏതെങ്കിലും എക്സിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ x0 to xn-ന്റെ ഏതെങ്കിലും ഒരു എക്സിന്റെ വാല്യൂ xpക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള yp കണ്ടുപിടിക്കുക. അറ്റ് ദ പോയിന്റ് p എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റ് പിയിൽ. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Okay, that is we know that xp equal to x0 ന്റെ കൂടെ p into h, ഓരോന്നിന്റെ കൂടെ h ആഡ് ചെയ്ത് വരുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. x0ന്റെ കൂടെ h ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ആ കോമൺ ഡിഫറൻസ് h ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. xi+1 മൈനസ് xi ആണ് നമ്മുടെ h എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ?
Yes, ma'am. അപ്പം എക്സ് പി എന്ന് പറയുന്നതോ എക്സ് നോട്ട് പ്ലസ് പി ടൈംസ് എച്ച് ആഡ് ചെയ്യുമ്പോഴാണ് എക്സ് പിയിൽ എത്തുന്നത്. Is it clear? Yes, ma'am. Okay. So we write P equal to XP minus X naught by H. ഇതിൽ നിന്ന് നമ്മൾ P എഴുതി. എക്സ് നോട്ടിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു എക്സ് പി മൈനസ് എക്സ് നോട്ട് എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് പി. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? Yes, ma'am. Okay. Now we know that yp equal to e raised to p y. ഏതാണ് നമ്മൾ ആ റിലേഷൻഷിപ്പ്? ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ മതി. നമ്മൾ ആ ഒരു ടേബിൾ ഫോം ചെയ്തില്ലേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ്. ഹലോ? Yes, ma'am. ഓക്കെ. ഇനി നമുക്ക് ഡിഫറൻസ് ഫോർമുലകളിലോട്ട് നമ്മൾ വരാം. ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് ഐ പി ഓഫ് വൈ കറസ്പോണ്ടിങ് ടു ദ വാല്യൂ ഓഫ് എക്സ് പി ഓഫ് എക്സ് ഈസ് ഓൾറെഡി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഓപ്പറേറ്റർ ഇ, അതായത് ഇ റേസ് ടു പി. ദ ഫോർ ഫോർമുലാസ് നെയ്മലി ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല, ന്യൂട്ടൺസ് ബാക്ക്വേർഡ്, സ്റ്റെർലിംഗ്സ് ഫോർമുല ആൻഡ് ബെസൽസ് ഫോർമുല ഡിസ്കസ്ഡ് ബിലോ. ഓപ്പറേറ്റർ ഇ ഇൻ ടേംസ് ഓഫ് ദ റെസ്പെക്ട് ഓഫ് ദാറ്റ്. അപ്പൊ ഇൻ ടേംസ് ഓഫ് ഇയുടെ ടേംസിൽ എഴുതി വന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ആ ടേമിൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. Now come to YP. YP ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല. YP അതായത് നമ്മുടെ ഇന്റർപോളേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണ്? വി ഹാവ് ടു ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് YP. Xis ആൻഡ് Yis ആർ ഗിവൺ. നമുക്ക് YP എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കണം അറ്റ് ദ പോയിന്റ് ഓഫ് XP. Is it clear? Yes, ma'am. ഓക്കെ. ഒറ്റ വാക്കി പറയാൻ നമുക്ക് അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല എന്ന് പറയുന്നത് YP ഈക്വൽ ടു നമുക്കറിയാം വൈ നോട്ട്, നമുക്കറിയാം ഡെൽറ്റ ഓഫ് വൈ നോട്ട്, നമുക്കറിയാം ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, നമുക്കറിയാം നമ്മുടെ ടേബിളിൽ നിന്ന് നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയ്ക്കകത്ത് സി വൈ നോട്ട് അറിയാം, ഡെൽറ്റ ഓഫ് വൈ നോട്ട് അറിയാം, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് അറിയാം, ഡെൽറ്റ ക്യൂ വൈ നോട്ട് അറിയാം, ഡെൽറ്റ റൈസ് ടു 4 വൈ നോട്ട് അറിയാം. അതുപോലെ y1ന്റെ y2ന്റെ ഓരോന്നിന്റെ അറിയാം. നമ്മൾ ടാബുലർ ഫോമിൽ നിന്ന് അല്ലേ നമ്മൾ ഫോം ചെയ്തിട്ട് ഫസ്റ്റ് ഡിഫറൻസ് സെക്കൻഡ് ഡിഫറൻസ് എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? ഇനി അതിനെ നമ്മൾ YP ഈക്വൽ ടു ഇ റൈസ് ടു പി വൈ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിലേഷൻഷിപ്പ്, ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ എഴുതി. ഇ പി എന്ന് പറയുന്നത് എന്താ? y1 പ്ലസ് ഡെൽറ്റ റൈസ് ടു പി. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദെൻ കൂടുതലൊന്നും ആലോചിക്കേണ്ട. YP ഈക്വൽ ടു എങ്ങനെ വരും? വൈ നോട്ട് ഏതാണെന്ന് നമുക്കറിയാം. പി ഇൻറ്റു പി എന്ന് പറയുന്ന ആരാണ്? XP മൈനസ് എക്സ് നോട്ട് ബൈ എച്ച്. XP നമുക്കറിയാം, ഇനിഷ്യൽ പോയിന്റ് എക്സ് നോട്ട് നമുക്കറിയാം. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഈക്വലി സ്പേസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ? Yes, ma'am. So it will be equal to ഈ ഫോർമുല ഓർത്തിരിക്കണം കേട്ടോ. YP ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. തേർഡ് വൺ പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2/3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്. അടുത്തത് എങ്ങനെ വരും? പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു പി മൈനസ് 3 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് എക്സെട്ര. This formula is used to compute the value of y near the upper point of the such that p lies between, the condition is that when p lies between 0 and 1. 0ക്കും 1നും ഇടയ്ക്കായിരിക്കണം p value എന്ന് പറയുന്നത്. Is it clear? Then we can apply the Newton's forward formula. Is it clear? Yes, ma'am. Now Newton's backward formula will be given by YP equal to y naught plus p into delta backward difference ആണ്. Okay. Inverted delta of y naught plus p into ഇവിടുത്തെ ഫോർമുല വന്നിരിക്കുന്നത് സി ഇയും ഇൻവേർട്ടഡ് ഫോർമുല ആയിട്ട് ബാക്ക്വേർഡ് ഫോർമുല ആയിട്ടുള്ള ഡിഫറൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് ഇൻവേർട്ടഡ് ഡെൽറ്റ ആയിരുന്നു അല്ലേ?
റേസ് ടു മൈനസ് 1 ആയിരുന്നു. ഓക്കെ, ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഇത് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കും. ഇത് ഓർത്തിരുന്നാലും പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കണം. വൈ പി ഈക്വൽ ടു പി ഇൻറ്റു സി ബാക്ക്വേർഡ് ഡിഫറൻസ് ഓഫ് വൈ നോട്ട് പ്ലസ് ഇവിടെ അവിടെ പി ഇൻറ്റു പി മൈനസ് 1/2 ഫാക്ടോറിയൽ ആണെങ്കിൽ ഇവിടെ പി ഇൻറ്റു പി പ്ലസ് 1/, അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്തതാ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തപ്പോൾ പി ഇൻറ്റു പി പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു inverted del backward difference, second difference, then backward third difference, etc. ഈ ഫോർമുലയെ നമ്മൾ ഓർത്തിരിക്കണം. കാരണം നമ്മളോട് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഫോർമുല യൂസ് ചെയ്തിട്ടോ ഫോർവേഡ് ഫോർമുല യൂസ് ചെയ്തിട്ടോ ചെയ്യാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല കയ്യിലുണ്ടാവണം. ടേബിൾ ഫോം ചെയ്യുക, ഫോർമുല ഓർത്തിരിക്കുക, അപ്ലൈ വാല്യൂ പുട്ട് ചെയ്യുക, വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമുല ഒന്ന് എഴുതിക്കേ. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇന്റർപോളേഷൻ ചെയ്യാൻ നമുക്ക് ഫോർമുലകൾ അത്യാവശ്യമാണ്. ഈ കണ്ടീഷനോട് എഴുതണം കേട്ടോ. ദിസ് ഫോർമുല ഈസ് യൂസ്ഡ് ടു കമ്പ്യൂട്ട് വെൻ പി ലൈസ് ബിറ്റ്വീൻ 0 and 1. And backward formula is used when p lies between -1 to 0. ഈ രണ്ട് ഫോർമുല എഴുതിയോ? എഴുതിയോ? അത് നമ്മൾ ഓർത്തിരിക്കണം നമ്മൾ കേട്ടോ, മറന്നു പോരുത്. പി എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ? എക്സ് പി മൈനസ് എക്സ് നോട്ട് ബൈ എച്ച്. ദിസ് ഈസ് പി. ഓക്കെ, this formula is valid only when p lies between -1 and 0. And we have another formula, Stirling's formula. The central difference ആണ്. The central difference formula for Stirling's formula. ഈ ഫോർമുലകളെല്ലാം ഒന്ന് എഴുതിക്കോ. yp equal to y0 plus p into 1/2 into small delta of y of 1/2. അത് നമ്മുടെ ആ ടേബിളിലൊന്ന് see this one.
This formula is valid when P lies between minus 0.25 and plus 0.25. ഈ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലുണ്ടോ നിങ്ങളുടെ കയ്യില്? ഇല്ല മാം. അതെന്ത് പറ്റി? ഇയാള് എന്താ വീട്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞ ആളാണോ? അതെ മാം. ഓക്കെ, അപ്പൊ കയ്യിൽ അത് നമ്മൾ ഉടനെ കയ്യിലെടുക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് പോയാലല്ലേ നിങ്ങൾക്ക് കൊണ്ട് പ്രയോജനം വരത്തുള്ളൂ പിള്ളേരെ. ഇതിപ്പോ ഇന്നിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ പോയി നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മെമ്മറി നന്നായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യും നമ്മളങ്ങ് ചെയ്യുമ്പോൾ. നാളെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിന്റെ കുറെ % കാണത്തില്ല നമ്മുടെ മെമ്മറിയിൽ. നിർബന്ധമില്ല, ചിലരുടെ ഉണ്ടാവും, എന്നാലും ഞാൻ ജനറലി പറഞ്ഞത്. Now come to another formula. അപ്പൊ ഈ രണ്ട് ഫോർമുലകളോടെ ഒന്ന് എഴുതിയാല്. This one is valid when P lies between minus 0.25 and 0.75. യെസ് മാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Examples of applications of Newton's forward formula, that is we know that ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ നേരത്തെ ഈ ഫോർമുല എഴുതി അങ്ങ് പോകണം. അപ്പൊ നമുക്കത് കയ്യിലുണ്ടാവും. ഓക്കെ, യെസ് മാം. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി ഫോം ചെയ്തൊരു ടേബിൾ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരെണ്ണം ഫോം ചെയ്തില്ലേ? ഈ ടേബിൾ നമ്മൾ ഫോം ചെയ്തില്ലേ? ഓർക്കുന്നോ? xi equal to -1, yi equal to 6.5625. നമ്മൾ ഓൾറെഡി ഒരെണ്ണേ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളൂ, ഒരു ടേബിൾ മുമ്പേ ചെയ്തത്. ഈ ടേബിൾ നമ്മൾ ഫോം ചെയ്തില്ലേ? യെസ് മാം. ഓക്കെ, നൗ ആ ടേബിൾ യൂസ് ചെയ്ത് തന്നെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഏതാണ്? ഫ്രം ടേബിൾ 2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് x equal to 0.5 യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? സിൻസ് അപ്രോപ്രിയേറ്റ് ഫോർമുല യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x equal to 0.5. ഓക്കെ, x equal to 0.5 എവിടെയാന്ന് നോക്കിക്കേ. ഓക്കെ, 0.5 എന്ന് പറയുന്നത് എവിടെ വരും പിള്ളേരെ? x equal to 0.5, ദാറ്റ് ഈസ് ബിറ്റ്വീൻ 0 and 1 അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ വാല്യൂ ഓഫ് y at x equal to ഇത് x വാല്യൂസ്. ഓക്കെ, ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ x equal to 0.5, അതായത് നമ്മൾ അപ്പർ സൈഡിലുള്ള വാല്യൂസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർപോളേഷൻ വരുന്നെങ്കിൽ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യും. നമ്മൾ ബാക്കിൽ ഈ ലോവർ സൈഡിലുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇപ്പൊ സപ്പോസ് 3.5 3.9 എന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നെങ്കിലോ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യണം. ഈസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് x equal to 0.5 യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോർമുല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സെൻട്രൽ വാല്യൂലാണെങ്കിൽ സെൻട്രൽ ഫോർമുലകൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ബെസൽസ് ഫോർമുലയും സ്റ്റെർലിംഗ്സ് ഫോർമുലയും. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ xp equal to 0.5 ഈസ് നിയർ അപ്പർ എൻഡ് ഓഫ് ദ ടേബിൾ, വി യൂസ് ഫോർവേഡ് ഫോർമുല.
Okay. Now we choose x naught equal to 0. കാരണം 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അല്ലേ? Is it clear? Yes, ma'am. അപ്പോൾ നമ്മൾ x നോട്ടിന്റെ വാല്യൂ 0 ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് p എന്ന് പറയുന്നത് ഏതാണ്? xp ഈക്വൽ ടു 0.5 ആയിരുന്നു. തന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്. അറ്റ് x ഈക്വൽ ടു 0.5 yp വാല്യൂ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, that is p equal to xp minus x naught divided by h എന്ന് പറയുന്നത് ഏതാ? 1. കാരണം നമ്മുടെ xi's yi's തന്നിരിക്കുന്നത് എങ്ങനെയാണ്? xiയുടെ വാല്യൂസ് -1 0 1 2 3 and 4, isn't it? അപ്പോൾ നമ്മുടെ h എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ഇതിൽ ഏതിൻ്റെ എല്ലാം ഡിഫറൻസ് എല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്. സോ ദാറ്റ് h എന്ന് പറയുന്നത് എത്ര വരും പിള്ളേരെ? 1 അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Yes, ma'am. So our p equal to 0.5. So our formula yp equal to y naught plus p into delta y naught plus p into p minus 1 by 2 factorial into delta square y naught plus p into p minus 1 into p minus 2 by 3 factorial into delta cube y naught and p into p minus 1 into p minus 2 into p minus 3 by 4 into 4 factorial into delta raised to 4 y naught. നമ്മുടെ ടേബിളില് ഓക്കെ y naught എന്ന് പറയുന്നത് ഏതാ? ഇതാ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ y naught ഓക്കെ സി ഇതാ നമ്മുടെ y naught എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇസ് ഇറ്റ് ക്ലിയർ? ഒറിജിനൽ ടേബിളിൻ്റെ അകത്ത് ഇതാണ് x naught y naught എങ്കിലും നമുക്ക് 0.5 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ y naught നമ്മുടെ ഫോർമുലയിൽ നമ്മൾ y naught ആയിട്ട് സെലക്ട് ചെയ്യുന്ന 0യാണ്. ഓക്കെ ഓക്കെ Yes, ma'am. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ വാല്യൂസ് എന്ന് പറയുന്നത് ഏത് വരും? ഡെൽറ്റ y naught ഈക്വൽ ടു ദിസ് 1, ഡെൽറ്റ സ്ക്വയർ y naught ഈക്വൽ ടു ദിസ് 1, ഡെൽറ്റ ക്യൂ y naught ഈക്വൽ ടു ദിസ് 1, ഡെൽറ്റ റൈസ് ടു 4 y naught ഈക്വൽ ടു ദിസ് 1. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ക്ലിയർ ആയോ? നമ്മുടെ അപ്പർ വാല്യൂ 0 ആണ് എടുത്തിരുന്നത്. ആ. അതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ക്ലിയർ ആയോ? നമുക്ക് വേണ്ട 0യ്ക്കും 1നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ടേബിളില് ഇത് x naught ആയിട്ടും ഇത് y naught ആയിട്ടും എടുത്തു. ഓക്കെ, ആ ഒരു സെലക്ഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പർ സൈഡിൽ നിന്നാണ് ന്യൂട്ടൺ ഫോർവേഡ് ഫോർമുല യൂസ് ചെയ്യാം. ലോവർ സൈഡിൽ നിന്നുള്ള വാല്യൂ ആണ് ഇന്റർപോളേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പർ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയും യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് ദിസ് ഈസ് എക്സ് നോട്ട് ആൻഡ് ദിസ് ഈസ് വൈ നോട്ട്. സോ നമ്മുടെ ഫോർമുലയിലെ ഡെൽറ്റ വൈ നോട്ട് എന്ന് പറയുന്നത് ദിസ്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് പറയുന്നത് ദിസ്, ഡെൽറ്റ ക്യൂ വൈ നോട്ട് എന്ന് പറയുന്നത് ദിസ്, ഡെൽറ്റ റൈസ് ടു 4 വൈ നോട്ട് എന്ന് പറയുന്നത് ദിസ് ആയിരിക്കും വാല്യൂസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമുല നോക്കിക്കേ. ഓക്കെ, നമ്മുടെ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. പി ഈക്വൽ ടു 0.5. ഓക്കെ, ഈ വാല്യൂ പുട്ട് ചെയ്തോ? ഹലോ? Yes, ma'am. Yes, നമ്മുടെ ma'am. വാല്യൂസ് എല്ലാം കയ്യിലില്ലേ? ഡെൽറ്റ വൈ നോട്ട് എന്ന് പറയുന്നത് എത്ര വരും? -7.5 സി, ആൻഡ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് പറയുന്നത് -3, ഡെൽറ്റ ക്യൂ വൈ നോട്ട് എന്ന് പറയുന്നത് 36, ആൻഡ് ഡെൽറ്റ റൈസ് ടു 4 വൈ നോട്ട് എന്ന് പറയുന്നത് 24. ചെയ്യാം? ഹലോ? Yes, ma'am. Yes, ma'am. ഓക്കെ, എന്നാ ചെയ്ത് ഈ ഓരോ പ്രാവശ്യവും ഫോർമുല എഴുതി പോവുക. അപ്പൊ നമ്മൾ ഫോർമുല ബൈ ഹാർട്ടിൽ എത്തും.
ഇവിടെ നമുക്ക് എത്ര വരെ അവൈലബിൾ ആണോ അത് വരെ എഴുതിയാൽ മതി. Δ⁴ വരെ ഇവിടെ അവൈലബിൾ ആണ്. ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ, തെറ്റിപ്പോരുത്. മാം 12.9 ആണോ? എന്തോ 12.9. ഫൈനൽ ആൻസറിലെത്തിയോ? ആ 12 ആണല്ലോ കിട്ടിയിരിക്കുന്നത്. ആ ഒന്നൊരു ചെക്ക് ചെയ്ത് നോക്കിയേ. ഓരോ ടൈമിന്റെ വാല്യൂസ് കിട്ടിയിരിക്കുന്ന സെയിം ആണോ പിള്ളേരെ? ഇത് 14 രണ്ടുപേരും ചെയ്തോ? ഹലോ, ചെയ്തോളൂ. സമയം എടുത്ത് ചെയ്തോളൂ, തെറ്റിപ്പോരുത് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി സ്ലോ ആയിട്ട് ചെയ്തു പോയാലും മതി. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റണം. കാരണം എക്സാമിന് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാനൊന്നും ആരുമില്ല അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത്
മാം അതിലെ ലാസ്റ്റ് -0.9375 എന്തിനാ വന്നത് മാം? ലാസ്റ്റത്തെ ഉത്തരത്തില് അത് മനസ്സിലായി അതന്നെ. എനിക്ക്. നമുക്ക് എത്ര ടേം വരുമെന്ന് നോക്കിയേ ഇവിടെ. 1 2 3 4 5 ടേം. 1 2 3 4 5. അത് അവസാനത്തെ ടേം. ഈ ടേം അല്ലേ വന്നിരിക്കുന്നത്? ഓക്കെ മാം, ഓക്കെ. അപ്പൊ മാം അപ്പോ ആൻസർ ശരിയാണ്. ഞാൻ ആ ടേം ഞാൻ പ്ലസ് ചെയ്തത് അറിയണ്ടേ. പ്ലസ് പ്ലസ് ഇവിടെ 0.9375 ഒരു മൈനസ് ഇൻറ്റു മൈനസ്, ഈ രണ്ടും കൂടി ആകുമ്പോൾ പ്ലസ് അല്ലേ വരുന്നത്? 0.5 ഇൻറ്റു -0.5 ഇൻറ്റു -1.5 അല്ലേ? യെസ് മാം. ഓക്കെ, ഇത് പ്ലസ്സേ വരുള്ളൂ. ഇവിടെ പക്ഷെ മൈനസ് ആയിട്ടിരിക്കുന്നല്ലേ? ഇത് അത് മിസ്റ്റേക്ക്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും പിള്ളേരെ. ഓക്കെ. അപ്പോ ശരിക്കും ആൻസർ അപ്പൊ 12.9375. 12.9375 ഇതും കൂടി ആഡ് ചെയ്യുകയോ ചെയ്യണ്ടല്ലേ? ഓക്കെ ഞാൻ ചെയ്തത് മാം, അപ്പോഴാണ് തെറ്റിയത് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കട്ടെ, ഈ ഇൻഡിവിജ്വൽ കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ആണോ? യെസ് മാം, അത് കറക്റ്റാ.
12 തന്നെയാ കിട്ടുന്നത് അല്ലേ? ആ മിസ് Yes, 12 ma'am. തന്നെയാണ് കിട്ടുന്നത്. അല്ലേ? ആ 12 തന്നെയാണ്. ഹലോ, Yes, ma'am. 12 അല്ലേ കിട്ടിയേ? അതെ 12 തന്നെയാണ് കിട്ടിയത്. ഹലോ, എന്താ മാം കേക്കല്ലേ? 12 കിട്ടിയില്ലേ? ആ മാം ആ, കിട്ടി 12 കിട്ടി കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ മുമ്പേ ഒരു കൺഫ്യൂഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. യൂഷ്വലി കുട്ടികൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ സംടൈംസ് മിസ്റ്റേക്ക് ഉണ്ടാവാം. പക്ഷെ നമ്മൾ മോർ ദാൻ വൺ കുട്ടികൾ ഒരുപോലെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത്. ഓക്കെ, ഹലോ. Yes, ma'am. Okay, now see another question. Find the Newton's forward difference interpolation polynomial which agrees with the table of the values given. Hence, obtain the value of f of x at x equal to 1.5. നമ്മുടെ എക്സ് വാല്യൂസ് തന്നിരിക്കുന്ന 1 2 3 4 5 6, വൈ വാല്യൂസ് തന്നിരിക്കുന്ന 10 9 40 79 142 270 235. ഓക്കെ, ഫസ്റ്റ് ഈ ഫോർവേഡ് ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഡിഫറൻസ് ടേബിൾ ഒന്ന് ഫോം ചെയ്യുക. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അപ്പൊ ആദ്യം ഡിഫറൻസ് ടേബിൾ ഒന്ന് ഫോം ചെയ്തേ. ഇവിടെ നോക്കിയേ, ഡെൽറ്റ ക്യൂബ് എഫ് വന്നിട്ട് അടുത്തതിലോട്ട് നമ്മൾ വരേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ബാക്കി ഇതും 0 ആയി, അടുത്തതും 0 ആയി. ആക്ച്വലി നമ്മൾ ഈ സ്റ്റെപ്പ് വരെ ചെയ്യേണ്ടതാണ്. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ ചെയ്തപ്പോൾ 0 ആയതുകൊണ്ട് ആ 0 എഴുതിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഇൻ എഫക്റ്റില് നമ്മൾ ഡെൽറ്റ റൈസ് ടു 4f ഡെൽറ്റ റൈസ് ടു 5f ചെയ്യുമ്പോൾ 0 ആയി പോകും. പക്ഷെ നമ്മൾ ടേബിളിൽ എഴുതുമ്പോൾ അതും കൂടി ആ 0യും കൂടി എഴുതി ഈ 1 സിംഗിൾ ടേം വരുന്നത് വരെ അങ്ങ് എഴുതിക്കും. അല്ല പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, ക്ലിയർ ആയോ? Yes, ma'am. ഇപ്പൊ ഡിഫറൻസ് ഫോം ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ദിസ് മൈനസ് ദിസ് ഈക്വൽ ദിസ് എല്ലാം മിഡിലാക്കി എഴുതി പോകണം ഓരോന്നിന്റെ എഴുതുമ്പോൾ. ഓക്കെ, അത് ഈ ടേബിൾ ഒന്ന് ഫോം ചെയ്തേ. ഇതിന്റെ നമ്മൾ മുമ്പേ ചെയ്തതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ നമ്മളോട് ഒരു പോളിനോമിയൽ ഫൈൻഡ് ദ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എക്സിലുള്ള ഒരു ഫംഗ്ഷനെ ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്യാം. അതായത് ജനറൽ കേസ് എഴുതിയതിന് ശേഷം ചെയ്യാനായിട്ടുള്ള. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ഹലോ, ma'am. അപ്പൊ നമ്മൾ ആ ഒരു വേയില നമ്മളോട് പല വേയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം.
Yes, ma'am. ഫോം ചെയ്തോ? Yes, ma'am. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ പോളിനോമിയൽ വിച്ച് അഗ്രീസ് വിത്ത് ദ ടേബിൾ ഓഫ് വാല്യൂസ് ഗിവൺ ബിലോ. സി, ഇവിടെ നമ്മൾ എന്താ ചെയ്തെന്ന് നോക്കിക്കേ. ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല പോളിനോമിയൽ. നമ്മൾ പി സി, നമ്മുടെ പി വാല്യൂ പി ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ആയിരുന്നു, അല്ലേ? Yes, ma'am. ആ പി എന്ന് പറയുന്നത് എക്സ് പി മൈനസ്, അതായത് നമ്മൾ ജനറലി എക്സ് പി എന്നുള്ളത് മാറ്റി എക്സ് എന്നങ്ങാക്കി. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, സോ നമ്മൾ ഈ പിയുടെ വാല്യൂ അതുപോലെ തന്നെ എഴുതുവാണ് ഇവിടെ. നമുക്ക് ഇനി നമ്മൾ ഓക്കെ 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 നോക്കാം. ടു ഏതായിരുന്നു നമ്മുടെ? ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാല്യൂ സി. ഓക്കെ, എക്സ് ഈക്വൽ ടു 1.5 നമ്മളോട് പറഞ്ഞിരിക്കുക. സോ നമ്മൾ എന്തെടുക്കും? 1.5 എന്ന് പറയുന്ന വാല്യൂ ബിറ്റ്വീൻ 1 and 2 അല്ലേ? Isn't it? Yes, ma'am. ഓക്കെ, സോ നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഏതാണ്? ദിസ് വൺ. ദിസ് ഈസ് എക്സ് നോട്ട്. വി ടേക്ക് ദിസ് ആസ് എക്സ് നോട്ട് ആൻഡ് ദിസ് ആസ് വൈ നോട്ട്. ഈ വാല്യൂസ് ഇതുപോലെ തന്നെ കിട്ടിയ പിള്ളേരെ ചെക്ക് ചെയ്തില്ലോ? Yes, ma'am. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നമ്മള് ഓക്കെ, ഇനി നമ്മുടെ പിയുടെ വാല്യൂ നമ്മൾ ഡയറക്ട്ലി എക്സ് പിയുടെ സ്ഥാനത്ത് നമ്മൾ ജനറൽ കേസ് എഴുതുവാണ് അറ്റ് എനി വാല്യൂ ഓഫ് പി. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എക്സ് മൈനസ് നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഏതാ? 1 ബൈ എച്ച് എന്ന് പറയുന്ന ആരാ? ഡിഫറൻസ് ബിറ്റ്വീൻ എക്സിന്റെ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ആ സ്പേസ്, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Okay, so we put p value as this one. Why not? Why not എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വേറൊരു അതിന്റെ വേറൊരു നൊട്ടേഷൻ ഇവിടെ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, നമ്മുടെ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല നമ്മൾ ഇവിടെ വന്നപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? വൈ പി ഈക്വൽ ടു ഓക്കെ വൈ നോട്ട് പ്ലസ് പി ഡെൽറ്റ വൈ നോട്ട് എഴുതിയില്ലേ? പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ ഓഫ് വൈ നോട്ട് എഴുതിയില്ലേ? ഹലോ, Yes, Yes, ma'am. ma'am. ഓക്കെ. അപ്പൊ നമ്മൾ ആ പിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? എക്സ് മൈനസ് 1 ബൈ 1 എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആയി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, Yes, ma'am. ഓക്കെ, സോ നമ്മുടെ ഫോർമുല വിൽ ബിക്കം ദിസ് വൺ. സോ നമ്മുടെ ഡെൽറ്റ വാല്യൂ ഡെൽറ്റ വൈ നോട്ട് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ഓർ എഫ് ഡെൽറ്റ ക്യൂ എഫ് നോട്ട് ഡെൽറ്റ റൈസ് ടു 4 എഫ് നോട്ട് തൊട്ടുള്ളത് നമ്മൾ എഴുതണ്ട. കാരണം ചോദിച്ചാൽ അതെല്ലാം സീറോയാണ്. അപ്പൊ ഡെൽറ്റ ക്യൂബ് വരെയുള്ള നമ്മൾ എഴുതിയാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, Yes, ma'am. Yes, ma'am. അത് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറൽ പോളിനോമിയലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ജനറൽ പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എനി പോയിന്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്യുക. ഹെൻസ് ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1.5. അവിടെ നമ്മൾ ആ പോളിനോമിയലിൽ എക്സിന്റെ വാല്യൂ 1.5 കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് 1.5 കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് വൈ ഓഫ് 1.5 വൈ പി. ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, എന്നാ ഈ പ്രോബ്ലം ചെയ്തേ.
Yes, ma'am. ചെയ്തോ? കിട്ടിയ ആൻസർ? ഈ പോളിനോമിയൽ കിട്ടിയോ? x³ + 2x + 7. 2x plus 7. കിട്ടിയിരുന്നു ma'am. ഓക്കെ, ഇനി നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? obtain the polynomial and hence obtain the value of f of x at x = 1.5. അപ്പോ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്ര ഉള്ളൂ. x = 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, you will get the value of f of 1.5. ഓക്കെ മാം. കിട്ടിയോ? മറ്റേയാൾക്ക് കിട്ടിയോ? പോളിനോമിയൽ കിട്ടിയോ? ആ മാം ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ചെയ്തോളൂ. Yes, ma'am. കിട്ടിയോ? എത്ര കിട്ടിയ ആൻസർ? 13.375. Yes, ma'am. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? അവരോട് ഒന്ന് രണ്ട് പേര് ഒരാളും കൂടി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മാം 1.375 ആണോ? 13.375 അല്ലേ? ഈ പോളിനോമിയൽ കിട്ടിയായിരുന്നോ? x³ + 2x + 7. പോളിനോമിയൽ എങ്ങനെ കിട്ടിയത്? f of x = x³ + 2x + 7 കിട്ടിയായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ആണോ? ആ പോളിനോമിയൽ ഇതിനെ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഡയറക്ട്ലി വാല്യൂ പുട്ട് ചെയ്തോ? ഡയറക്റ്റ് ആയിരിക്കും കൊടുക്കുക ചെയ്ത്.
ആണല്ലേ? ആ പോളിനോമിയൽ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ പോരാ. ഇതുണ്ട്, സി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിലോട്ടൊന്ന് എത്തണം. ഓക്കെ. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ്ലി അങ്ങ് വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. കിട്ടിയോ? അപ്പൊ ഫിക്സ് കിട്ടിയോ? Yes, ഹലോ, ma'am. ആ മുന്നോട്ട് മാം, പോട്ടെ? കിട്ടിയോ? ആൻസർ 13 പോയിന്റ് കിട്ടിയോ? ആ കിട്ടി. ഓക്കെ, മുന്നോട്ട് പോവാം. ആ. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതാ ടേബിളിന്റെ ആ ഇതൊന്ന് മാറ്റി എഴുതി എന്നുള്ളതേ ഉള്ളൂ. എക്സ് ഇങ്ങനെ എഴുതി, വൈ ഇങ്ങനെ എഴുതു, ഫോർവേഡ് ഫോർമുല. ഈ വേയിൽ നമ്മൾ ടേബിൾ ഫോം ചെയ്താൽ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഓക്കെ, ഇവരാ ടേബിളിന്റെ വേ ഒന്ന് മാറ്റിയെന്നുള്ളൂ, ടാബുലർ ഫോമിന്റെ. ഓക്കെ, ഇത്രയും ചെയ്യുന്ന. ഓക്കെ, നൗ കം ടു ദ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഫോർമുല. Recall that നമ്മുടെ Newton's backward formula is this one. See, value of the committed yp corresponding to. Now, for example, from table 2, നമ്മൾ ആദ്യം ഫോം ചെയ്ത ടേബിൾ
Find the value of y when x equal to 3.5 using the appropriate formula. Okay, നമ്മുടെ ആ ടേബിൾ 2 ഓർക്കുന്നുണ്ടോ? Then നമ്മുടെ ടേബിൾ 2. അപ്പം we have to identify the value of y at x equal to 3.5 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് by using the appropriate formula. 3.5 എന്ന് പറയുന്നത് എവിടെ വരുമെന്ന് നോക്കിയേ, ലോവർ പാർട്ടിൽ വരും, 3ക്കും 4നും ഇടയ്ക്കാണ്. റൈറ്റ്? Is it clear? ഹലോ? Yes, Yes, ma'am. ma'am. ഓക്കെ, അപ്പൊ ഇവിടെ 3.5 വരുമ്പോൾ നമ്മളിവിടെ എക്സ് നോട്ട് വൈ നോട്ടിനെ എങ്ങനെ എടുക്കുന്നത്? ഇതായിരിക്കും നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ നമുക്കറിയാം അപ്പർ ഫ്രണ്ട് പാർട്ടിലാണെങ്കിൽ അല്ലെ അപ്പർ പാർട്ടിലാണെങ്കിൽ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യും. ലോവർ പാർട്ടിലാണ് വരുന്നെങ്കിലോ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യും. നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്ന 4 എടുക്കും, ദെൻ വൈ നോട്ട് എന്ന് പറയുന്ന ദിസ് 1 ആയിരിക്കും, 130 ഇതായിരിക്കും എടുക്കുന്നത്. ദെൻ ബാക്ക്വേർഡ് ഡിഫറൻസ്. ഓക്കെ, inverted delta of y naught, backward second difference of y naught, backward third difference, backward fourth difference. Okay, is it clear? Yes, ma'am. Okay, ഒന്ന് ഫോർമുല എഴുതി ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നേ, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ എക്സ് പി എന്ന് പറയുന്നത് 3.5, which is near the lower end of the table. We use backward difference formula where x naught equal to 4. അതായത് നമ്മൾ ബാക്ക്വേർഡ്സ് മൂവ് ചെയ്യുന്നത്, അല്ലേ? Hence p equal to 3.5 minus 4 by h equal to 1. So it will be equal to minus 0.5. Now applying the formula using the tabled value.
ഹലോ ഹലോ യെസ് മാം. ഹലോ ആ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളാവോ? നമുക്ക് ഇന്നത്തെ നിർത്താം. Yes, ma'am. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ക്ലാസ് മൺഡേ വരുന്നത്. ഇനി ഈ ബാക്കി സ്റ്റെർലിങ്സ് ഫോമിലെയും വെസൽസ് ഫോമിലെയും ഒക്കെ ഉണ്ട്. അതും നമ്മുടെ ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ആ ടേബിൾ വാല്യൂ എങ്ങനെയാ പുട്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, Okay, യെസ് ma'am. മാം. ചെയ്ത് കംപ്ലീറ്റ്